വിശ്രമവും ഉറക്കവുമില്ലാതെ 5 നാൾ നീണ്ട ചെണ്ടകൊട്ട്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ്. വിഷ്ണു ഒടുമ്പ്ര പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു ഒടുമ്പ്ര. 2009 ഞാൻ ചെണ്ട പഠിച്ച് ആരംഭിക്കുന്നത്. 2017 ശേഷമാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളെ പരിപാടി ചെണ്ട ക്ലാസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിരിക്കുമ്പോഴാണ് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ മേഖലയിൽ എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചത്. അതിലൂടെയാണ് ആദ്യമായിട്ട് 104 മണിക്കൂർ തുടർച്ചയായി ചെണ്ട കൊട്ടി ബെസ്റ്റ് ഓഫ് ഇന്ത്യ ലോക റെക്കോർഡ് നേടുക എന്ന ഉദ്യമത്തിലേക്ക് എത്തിയത്. ചെണ്ട കൊട്ടലിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മേഖലയിൽ തൻ്റേതായ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം എന്ന ഉദ്യമം മനസ്സിൽ ഉണ്ടായത്. അതിനുശേഷം തുടർച്ചയായിട്ട് 104 മണിക്കൂർ ചെണ്ട കൊട്ടി ഒരു വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കാനാണ് നമ്മൾ ആദ്യമായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ നമ്മളെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് സമീപിച്ചപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ചെണ്ട ഇല്ലാത്തത് കാരണം ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ 104 മണിക്കൂർ ചെണ്ട കൊട്ടി റെക്കോർഡ് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ റെക്കോർഡിൻ്റെ അധികാരികൾ ഡൽഹിയിലുള്ള അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ നിർദ്ദേശപ്രകാരം ഉള്ള പ്രാക്ടീസ് നമ്മളെ വീട്ടിൽ നിന്ന് 2 തവണ ചെയ്തു. അതിനുശേഷമാണ് 104 മണിക്കൂർ എന്ന ഉദ്യമത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ശിങ്കാരിമേളത്തിലൂടെ നമ്മൾ കൂടുതൽ കലാകാരന്മാരെ ഈ മേഖലയിൽ എത്തിച്ചേരുവാനാണ് നമ്മൾ ശ്രമിച്ചത്. ആദ്യമായിട്ട് നമ്മളെ സുഹൃത്തുക്കളെ പഠിപ്പിച്ചു, അരങ്ങേറ്റം കഴിച്ചു. അതിനുശേഷം വനിതകളെ ഡിജിറ്റൽ ശിങ്കാരിമേളത്തിലേക്ക് എത്തിച്ചു. ഇപ്പോൾ കുട്ടികളെയും നമുക്ക് എത്തിക്കാൻ സാധിച്ചു. ഈ ഒരു പുതുമകളാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ ശിങ്കാരിമേളത്തിലെ വലന്തലകളിൽ നിന്നും എല്ലാ ചെണ്ടകൾക്കും ഒരേ ശബ്ദത്തിലുള്ള ചെണ്ടകളായിരുന്നു ഉപയോഗിച്ച് ശിങ്കാരിമേളം കൊട്ടിയിരുന്നത്. എന്നാൽ ഡിജിറ്റൽ ശിങ്കാരിമേളം എന്ന് നമ്മുടെ കുറച്ച് കാലഘട്ടത്തിന് ശേഷം ചെയ്ത ശിങ്കാരിമേളത്തിൽ വലന്തലകൾക്ക് ശബ്ദവിന്യാസമുള്ള ചെണ്ടകൾ ഉൾപ്പെടുത്തി അതിൽ നമ്മളെ ജനങ്ങളെ ഏറ്റെടുക്കുന്ന പുതിയ തരം കൊട്ടുകളായിട്ട് ചെയ്യുന്ന ശിങ്കാരിമേളത്തിനെയാണ് ഡിജിറ്റൽ ശിങ്കാരിമേളം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് കൂടുതൽ വേദികളും ശിങ്കാരിമേളത്തിലൂടെ കുറച്ച് വ്യത്യസ്ത കാര്യങ്ങളും ചെയ്യാനും സാധിച്ചു. അതുകൊണ്ടാണ് ശിങ്കാരിമേളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. കുട്ടിക്കാലത്ത് ധാരാളം ഉത്സവപ്പറമ്പിൽ പോകുവാനും അവിടെ നിന്നും ധാരാളം ആളുകൾ ചെണ്ട കൊട്ടി അതിലൂടെ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ട് കൊട്ടുകളും അതിലൂടെ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. ഇതെങ്ങനെയാണ് ഈ ശബ്ദം വരുന്നത്, ഇതെങ്ങനെയാണ് ഇത് കൊട്ടുന്നത്, ഇതിൻ്റെ താളം എങ്ങനെയാണ് മാറുന്നത്. ആ ഒരു ചിന്തയാണ് എന്നിലൂടെയുള്ള ഒരു ചെണ്ട കലാകാരനെ നമുക്കൊരു ചെണ്ട പഠിക്കണം എന്നുള്ളൊരു വഴിയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ നമ്മളെ ചെണ്ട പഠിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുമ്പോഴാണ് ഉടുമ്പ്ര കളക്കണ്ടി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുധാകരൻ പെരുമണ്ണ എന്ന ആശാൻ്റെ കീഴിൽ ചെണ്ട ക്ലാസ് ആരംഭിക്കുന്നതായിരുന്നത്. അങ്ങനെ അവിടെ പോയി ആശാൻ്റെ ദക്ഷിണ വെച്ചു ചെണ്ട പഠനം ആരംഭിച്ചു. റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനമായ ഒരു മാറ്റം എനിക്ക് കാണുവാൻ സാധിച്ചത്. എൻ്റെ പരിപാടിയുടെ വേദികൾ പുതിയ അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. അതോടൊപ്പം ചെണ്ട ക്ലാസ് പുതിയ അവസരങ്ങൾ ലഭിച്ചു. പിന്നെ അതോടൊപ്പം ഞാൻ പഠിച്ച എൻ്റെ സ്കൂളുകളിലേക്കും നമ്മുടെ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷനിലും പുതിയ പൊതുവേദികളിലൊക്കെ നമുക്ക് വിശിഷ്ട അതിഥിയായിട്ട് നമുക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചു. ഏതൊരു കലാകാരൻ്റെയും സ്വപ്നവും ആഗ്രഹവുമാണ് നാട്ടിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുക എന്നത്.
ഈ സപ്പോർട്ട് എനിക്ക് വേണ്ടുവോളം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ധാരാളമായിട്ട് കുട്ടികൾ ചെണ്ട പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ സമീപിക്കുകയും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം എനിക്ക് പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്കുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ചോളം നാടിൻ്റെ പിന്തുണയും സഹകരണവുമാണ് പ്രധാനമായും വേണ്ടത്. അത് വിഷ്ണുവിനെ സംബന്ധിച്ച് ധാരാളം ലഭിക്കുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കും നന്ദുവിനുമൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.